എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഡോക്ടർ കെ ജെ ജോസ് ആണ്. ഇപ്പോൾ പെട്രോൾ ഡീസൽ വില വർധന ഉണ്ടാകുമ്പോഴൊക്കെ ഇടതുപക്ഷം ഏറ്റവും രൂക്ഷമായി ഉന്നയിക്കാറുള്ള വാദം പെട്രോളും ഡീസലും അടിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, സമൂഹത്തിൽ മൊത്തത്തിൽ അത് വിലക്കയറ്റം ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോ നോക്കൂ, സകലതിനും എന്ന് പറയാവുന്ന വിധത്തിൽ നികുതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ നികുതി ഭീകരതയുടെ യുക്തി എന്താണ്? ഒരു ബജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ധനമന്ത്രി എന്ന ഡോക്ടർ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള രോഗിയായ ഇക്കോണമിയെ സസൂക്ഷ്മം മനസ്സിലാക്കിയുള്ള ഇടപെടലുകളാണ് ഇവിടെ കാണുന്നത്. ആണോ? കേരളം എന്ത് പ്രതിസന്ധി വന്നാലും കഴിഞ്ഞ 6-7 വർഷത്തെ അനുഭവം കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ജനങ്ങളെ താങ്ങി നിർത്തുന്ന ഒരു സർക്കാരാണ്. എന്നിട്ട് 6-7 വർഷമായിട്ട് ഇവിടെ കാര്യമായ യാതൊരു തരത്തിലുള്ള ടാക്സ് വർധനവും ഉണ്ടായിട്ടില്ല. പിന്നെ സർക്കാരിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എപ്പോഴും ജനങ്ങളെ താങ്ങുക എന്നുള്ളത് മാത്രമാണെന്നും അങ്ങനെ താങ്ങിക്കൊണ്ട് ഒരു സംസ്ഥാന സർക്കാരിനോ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നുള്ള സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ല, അതിനൊക്കെയുള്ള പരിഹാരം ഇപ്പോ ഈ ബജറ്റിൽ നടപ്പാക്കിയിരിക്കുന്ന ഈ നികുതി വർധനമാണ്. കൺസ്യൂമർ എൻഡിൽ നികുതി പിരിക്കുന്ന GST സംവിധാനമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നിട്ടും കഴിഞ്ഞ ആവറേജ് 5 വർഷത്തെ നികുതി വരുമാന വർധനവ് 2% എന്ന് പറഞ്ഞാൽ അത് ആരുടെ കുഴപ്പമാണ്? ടാക്സ് കളക്ഷൻ പ്രോപ്പർ ആവാത്തതിന് ജനങ്ങളുടെ മുതുകത്ത് ഇത് ഭാരം കെട്ടിവെക്കാൻ പറ്റുമോ? ഇവൻ ശരിയല്ല. 7 വർഷമായിട്ട് വർദ്ധിപ്പിക്കാത്ത ഈ സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ടാക്സ് വർദ്ധിപ്പിച്ചപ്പോഴത്തേക്കും ഇത്ര കണ്ട് വലിയ അന്ന് എല്ലാവർക്കും കിറ്റ് കൊടുത്ത് ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. കയ്പുള്ള കഷായം കുടിക്കാൻ പറ്റിയ സമയമാണ് ഇത്. അല്പം കഷായം കുടിക്കണം വല്ലപ്പോഴും. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നെ തുടങ്ങിയേക്കാം. ശ്രീ അഭിലാഷേ, ഇവിടെ സാമ്പത്തിക വിദഗ്ധനായ ശ്രീ KG ജേക്കബ് പറഞ്ഞു ധനകാര്യമന്ത്രി ഒരു ഡോക്ടറാണ്, അദ്ദേഹം നടത്തിയ ഒരു സർജറിയാണ് ഇത് എന്ന് പറഞ്ഞു. കുഴപ്പമായ നീ എന്തിനാണ് പറയാൻ പോയത്? അങ്ങനെയാണ് എങ്കിൽ KN ബാലഗോപാലിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് സ്കീം എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ആയിരിക്കും. കാരണം ഹൃദ്രോഗവുമായിട്ട് വന്നൊരു രോഗിയെ ആ ഹൃദ്രോഗം ചികിത്സിക്കുന്നതിന് പകരം തലച്ചോറെടുത്ത് പുറത്തിട്ട്, ലങ്സ് എടുത്ത് പുറത്തിട്ട്, കരളെടുത്ത് പുറത്തിട്ട്, സാധ്യമാകുന്ന എല്ലാ ആന്തരിക അവയവങ്ങളും എടുത്ത് പുറത്തിട്ടിട്ട് സർജറി സക്സസ് എന്ന് പറഞ്ഞ് തംസപ്പും കാണിച്ചിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് KN ബാലഗോപാൽ കാണിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞു. ഉദാഹരണത്തിന് അതേ തരത്തിലുള്ള മറുപടി പറയാനായിട്ടുള്ളത്. ഇവിടെ അദ്ദേഹം പറഞ്ഞു എന്താ, വരുമാനം വർദ്ധിപ്പിച്ചേ കഴിയുകയുള്ളൂ. ഒന്ന് അദ്ദേഹം പറഞ്ഞു കിറ്റ് വാങ്ങിയപ്പോൾ കുഴപ്പമില്ലായിരുന്നല്ലോ. കിറ്റ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെയോ ശ്രീ KG ജേക്കബിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയോ ഒന്നും ഔദാര്യമല്ല ജനങ്ങൾക്ക് കൊടുക്കുന്നത്. വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ പണമാണല്ലോ ആവശ്യം. 4000 കോടിയാണല്ലോ ഇവർ പിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ KN ബാലഗോപാലിനും KJ ജേക്കബിനെ പോലുള്ള സാമ്പത്തിക വിചക്ഷണന്മാർക്കും ഒറ്റയടിക്ക് 70,000 കോടി രൂപ സമാഹരിക്കാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു കൊടുക്കാം. 2016 തൊട്ട് 2022 വരെയുള്ള നികുതി പിരിവ് സംസ്ഥാന സർക്കാർ ടാർഗറ്റ് ചെയ്ത് നമ്മുടെ നാട്ടിലെ കോർപ്പറേറ്റുകൾ, വൻകിട വ്യവസായികൾ ഇവരിൽ നിന്ന് ടാർഗറ്റ് ചെയ്ത നികുതി പിരിവിൽ 70,000 കോടി രൂപയുടെ കുടിശ്ശിക സംഭവിച്ചിരിക്കുക. ആ 70,000 കോടി രൂപ കളക്ട് ചെയ്യാനായിട്ട് ഇവർക്ക് എന്താ താല്പര്യമില്ലാത്തത്? എന്തുകൊണ്ടാണ് ഈ നികുതിയുടെ മുഴുവൻ ബാധ്യതയും ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്? ആളുകൾക്ക് നികുതി കൊടുക്കാൻ പണം വേണ്ടേ? ആളുകൾക്ക് നികുതി കൊടുക്കുവാൻ പണമില്ലാത്തൊരു കാലഘട്ടത്തിൽ അവരിലേക്ക് നികുതി അടിച്ചേൽപ്പിക്കുകയും മറുവശത്ത് കേരളത്തിനകത്ത് ജീവിക്കുന്ന മൾട്ടി മില്യനേഴ്സ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് കിട്ടാനുള്ള 70,000 കോടി വാങ്ങാതിരിക്കുകയും ചെയ്യുന്നതിനെ ഏത് തരത്തിലുള്ള സോഷ്യലിസ്റ്റ് ടാക്സേഷൻ ലാഡറായിട്ടാണ് നമ്മൾ. അപ്പൊ ഇത് പകൽക്കൊള്ളയാണ്. 1 കോടി രൂപ മുടക്കി സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി തൊട്ട് 99 ലക്ഷം രൂപ മുടക്കി ക്ലിഫ് ഹൗസ് നവീകരണം നടത്തിയത് തൊട്ട് പിണറായി വിജയന്റെ കന്നുകാലികൾക്കുള്ള വിലയെങ്കിലും ഈ കേരളത്തിലെ സാധാരണ മനുഷ്യന്മാർക്ക് കൊടുക്കണം. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം ജോസഫ് അതിന് മറുപടി ഉണ്ട്. എനിക്ക് പൊളിറ്റിക്സ് വലിയ പിടിയില്ല, അത്യാവശ്യം ഇക്കണോമിക്സ് മാത്രം കുറച്ചേ അറിയത്തുള്ളൂ. അതിൻ്റെ രീതിയിൽ സംസാരിക്കാം. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. നമ്മുടെ ഇവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് നടക്കുന്നത്? എന്താന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു തുലക്കടോ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ഇന്ന് സംസ്ഥാനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതിന് പരിധി കടന്നിരിക്കുകയാണ്. ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. കടത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഇന്റർനാഷണലി അക്ലെയിം മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ കോവിഡിന് ശേഷം വി ഷേപ്ഡ് റിക്കവറി കാണിച്ചിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ കടം മേടിച്ച് നന്നായി ജനങ്ങളെ സംരക്ഷിച്ച കൂട്ടത്തിലുള്ളതാണ്. അപ്പം ജനങ്ങളുടെ ജീവനോടും ജനങ്ങളുടെ ജീവൻ നിലവാരത്തോടും പ്രതിബദ്ധതയുള്ള സർക്കാരുകൾ കടം മേടിച്ച് ചെലവാക്കണം. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്?
ഈ ഫെബ്രുവരി മാസത്തിൽ രാഹുൽ വായിക്കുന്ന നന്നായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ഫിനാൻസിനകത്ത് RBIക്കകത്ത് പറഞ്ഞേക്കുന്നത് കേരളത്തിനെ പറ്റി അവർ ഒരു 2-way ഗ്രാഫിൽ കാണിച്ചേക്കുന്നത് ഒരു വശത്ത് ഉയർന്ന കടവും മറുവശത്ത് മേടിച്ച കടം ഹൈ ക്വാളിറ്റി ഇൻവെസ്റ്റ്മെന്റിൽ നടത്തുന്ന സംസ്ഥാനവും എന്നാണ്. അയ്യന്റെ മോനെ. രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് സർക്കാരിനോട് ആഭിമുഖ്യമുള്ള സാമ്പത്തിക വിദഗ്ധൻ തന്നെ എന്റെ വാദങ്ങൾ അംഗീകരിച്ചു. എന്താ ഉറക്കം വരുന്നു. ഇനി അദ്ദേഹത്തിന് നികുതി പിരിവിലെ കെടുകാര്യസ്ഥതയുമായിട്ട് ബന്ധപ്പെട്ട സോഴ്സ് മാത്രമാണ് അറിയേണ്ടതായിട്ടുള്ളത്. വേണ്ട കണ്ടാത്തോണ്ട AGയുടെ 2021-22 കണക്കിൽ മാത്രം എസ്റ്റിമേറ്റഡ് തനത് വരുമാനം, സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ട തനത് വരുമാനം 71,833 കോടി രൂപയാണ്. ആകെ പിരിഞ്ഞു കിട്ടിയത് 58,340 കോടിയും. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇത് കഴിഞ്ഞ ഒരു വർഷത്തെ മാത്രം നികുതി വരുമാനം പിരിച്ചെടുക്കാനായിട്ടുള്ളത് 13,492 കോടിയാണ്. അവിടുന്ന് 2016 വരെയുള്ള കണക്കുകൾ ഞാൻ തരാം. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 70,000 കോടിയാകും. അപ്പൊ അത് പിരിക്കാമേ. ഇനി 2, ഞാൻ പറഞ്ഞ ദൂരത്തിനെ പറ്റി അദ്ദേഹം സ്പർശിച്ചതേയില്ല. എന്തായാലും പിണറായി വിജയന്റെ കന്നുകാലികൾക്ക് കിടക്കുന്ന ഷെഡിന് 42,40,000 രൂപയാകുന്നത് കേരളത്തിലെ ഒരു തരത്തിലുമുള്ള സാമൂഹ്യ സുരക്ഷയെ മെച്ചപ്പെടുത്തത്തില്ല എന്ന എന്റെ വാദത്തെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടല്ലോ, അതിനകത്തും സന്തോഷമുണ്ട്. അനിൽകുമാർ, ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ക്ഷേമ പെൻഷന് മാറ്റിവെച്ചിരുന്ന തുക 200 കോടി. ഇപ്പോൾ പിണറായി സർക്കാർ മാറ്റിവെക്കുന്നത് 900 കോടി. ഒരു മാസം 700 കോടി രൂപ അധികം കൊടുക്കുന്ന പിണറായി സർക്കാർ ഇപ്പോൾ 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. അത്രയും വേണം കുറച്ച് കടുപ്പത്തിരിക്കും. VS അച്യുതാനന്ദന്റെ കാലത്ത് ആകെ പെൻഷൻ കിട്ടിയിരുന്ന പെൻഷൻ ബെനിഫിഷ്യറീസിന്റെ എണ്ണം 9 ലക്ഷമായിരുന്നു. അവിടെ നിന്ന് ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ 27 ലക്ഷം ബെനിഫിഷ്യറീസിനെ വർദ്ധിപ്പിച്ചു. 27 ലക്ഷമായിട്ട് മാറി. അവിടെ നിന്ന് നിങ്ങളുടെ സർക്കാർ വന്നപ്പോൾ 36 ലക്ഷമാക്കി. അപ്പൊ ആരാണ് കൂടുതൽ പെൻഷൻ കൊടുത്തത് ഒന്ന് പറയൂ. അതായത് 9 നിന്ന് 27 ദൂരമാണോ 27 നിന്ന് 36 ദൂരമാണോ കൂടുതൽ? താങ്കൾ പറയൂ. അതുകൊണ്ട് സാമൂഹ്യക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ നുണപ്രചാരണ ഫാക്ടറിയിലൂടെ പ്രചരിപ്പിക്കുന്ന വസ്തുതയൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ട്. ഇതൊരു നടത്തു പോണ മാതിരില്ല. ഏറ്റവും മിനിമം ബാക്കി നിങ്ങൾ ജനങ്ങളെയൊക്കെ കനപ്പിക്കുന്നൊന്നുമില്ല. അതൊക്കെ അവിടെ മാറ്റി വെച്ചേ. ആ AKGയുടെ പേരിലെ പെർളശ്ശേരിയിലെ സ്മാരകങ്ങളൊന്നും പൂർത്തീകരിക്കണ്ടേ? അനിൽകുമാർ, ഞങ്ങൾ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളോടും കർഷക തൊഴിലാളികളോടും ഒക്കെ മൈക്കൊണ്ട് അഭിപ്രായം ചോദിക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞത് ഇതിൽ ഭേദം കട്ടപ്പാര എടുത്ത് കക്കാനിറങ്ങുന്നതാണെന്നാണ്. അങ്ങനെ രോഷം പ്രകടിപ്പിക്കുന്നു നാട്ടിലെ ജനങ്ങൾ. അത് മനസ്സിലാക്കുന്നുണ്ടോ? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ചില മാധ്യമങ്ങളും കേരളത്തിലെ വലതുപക്ഷവും ആശങ്കപ്പെടുന്ന പോലെയോ അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പോലെയോ എന്തെങ്കിലും പ്രത്യേകമായൊരു കാര്യം ഇവിടെ സംഭവിച്ചിട്ടില്ല. നമ്മുടെ ധനകാര്യ സർവേ ഇന്ത്യ രാജ്യത്തെ വന്നല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വിലക്കയറ്റം, ഏറ്റവും കുറവ് പണപ്പെരുപ്പം കേരളത്തിലല്ലേ? ഇന്ത്യ രാജ്യത്തെ ധനകാര്യമന്ത്രി കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി ഖജനാവ് തുറന്നു വയ്ക്കുകയും അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ കേരളത്തിൽ ക്ഷേമ പദ്ധതികളിൽ ഊന്നിയ ഒരു ബഡ്ജറ്റ് വികസനത്തെ ലക്ഷ്യമിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ മുന്നോട്ട് വെച്ച തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കുന്ന വിധമുള്ള അലോക്കേഷനോട് കൂടിയാണ് ഈ ബഡ്ജറ്റ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബഡ്ജറ്റിനെ പരക്കെ ജനങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എന്നാൽ അനിൽകുമാർ, ഒരു 2 രൂപയുടെ ജനങ്ങൾ സ്വാഗതം ചെയ്തു എന്നുള്ള പാർട്ട് എത്രമാത്രം ശരിയാണ് എന്നുള്ളത് അങ്ങൊരു ആത്മവിശ്വാസത്തിന് വിധേയമാക്കണം. നിർമ്മലാ സീതാരാമന്റെ ബജറ്റിനെ കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടാവാം. പക്ഷെ നാളെ മുതൽ നമ്മൾ പെട്രോളോ ഡീസലോ അടിക്കുമ്പോൾ 2 രൂപ അധികം കൊടുക്കണം. 1 ലിറ്റർ പെട്രോളിൽ മൻമോഹൻ സിംഗ് നികുതി പിരിച്ചിരുന്നത് 8.91 രൂപയാണ്. അതിപ്പോൾ എത്ര വരെ പിരിച്ചു? 23 രൂപ വരെ പിരിച്ചു. ഇപ്രകാരം പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ അധികമായി ചുമത്തിയ നികുതി കൊള്ള, നികുതി ഭീകരത ആരാണ് ഇവിടെ വരുത്തിയത്? ആ നികുതി ഭീകരത നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരുന്ന, അതിനെതിരെ സമരം ചെയ്ത, ടെലിവിഷൻ ചർച്ചകളിൽ വാചാലമായ നിങ്ങളാണ് ഇവിടെ 2 രൂപ അഡീഷണൽ ആയി കൂട്ടിയിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വിലക്കയറ്റം കേരളത്തിലാണെന്ന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് വന്നിട്ടും നിങ്ങൾക്കത് ബോധ്യപ്പെടില്ലല്ലേ?
സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. പിന്നെ പലവ്യഞ്ജനത്തിൻ്റെ വില സപ്ലൈകോയിൽ പറയില്ലെന്ന് പറഞ്ഞാൽ ആ പലവ്യഞ്ജനം സപ്ലൈകോയിൽ വില കുറച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് പൊതുവിപണിയിൽ വില പിടിച്ചു നിർത്തുന്നത്. സപ്ലൈകോയിൽ പോയിട്ടാണോ താങ്കൾ ഞാൻ പറയട്ടെ, എന്റെ സമയം നാട്ടിലെ മുഴുവൻ എന്റെ ആളുകളും സമയം പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങുന്നത്? താങ്കൾ പറയൂ. എന്റെ സമയം അല്ല, എന്റെ സമയം അഭിലാഷ, ഇതെന്റെ സമയം ഉണ്ടാവില്ല. അഭിലാഷ, ഇതെന്റെ സമയം നാട്ടിലെ മുഴുവൻ ആളുകൾ അഭിലാഷ, ഒരു കിലോ അരിയുടെ വില ഈ അതിസാമർത്ഥ്യം ഈശ്വര ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. കൊടുക്കുന്ന സപ്ലൈകോയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന സപ്ലൈകോയിലേക്ക് പണം കൊടുക്കാൻ ഇങ്ങോട്ടില്ലാത്ത ഒരു മര്യാദയും അതിന്റെ അണുവിട തെറ്റിക്കാതെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലല്ല അഭിലാഷ, ഇതൊന്ന് ചോദിച്ചേ. അഭിലാഷിന് ഓർമ്മയില്ല 1400 ആക്കിയത് വരാണോ? നമ്മൾ ഈ ഒരു ചർച്ചയിൽ പറഞ്ഞു പോകുമ്പോൾ ഇങ്ങനെ കളവ് പറയരുത്. 1400 ഫാമിലി പെൻഷൻ ആക്കിയത് ഇവരാണോ? ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇവരാണോ ആക്കിയത്? ഉത്തരം പറ. ജിയോ നമ്പർ 24/2016 ഗവൺമെന്റ് ഉത്തരവാണ്. 75 വയസ്സിന് മുകളിലുള്ളവർക്ക് വാർദ്ധക്യകാല പെൻഷൻ 900 രൂപയിൽ നിന്ന് 1500 രൂപയായിട്ട്, ഞാൻ 1500 പറഞ്ഞത് 1500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അതായത് ടാക്സേഷൻ പെൻഷന്റെ ലാഡർ 800 രൂപ മുതൽ 1500 വരെ ആയിരുന്നു. വെല്ലുവിളി നടത്തിയാൽ ആർജവം ഉണ്ടാകണം. ഉരുളല്ലേ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.